അപ്പോൾ പല രൂപത്തിലുള്ള ടെൻസൽ റൂഫിംഗ് കാർ പോർച്ചുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതൊരു ഒന്നൊന്നര വെറൈറ്റിയാണ്. ഹായ് സുഹൃത്തുക്കളെ, ഞാനിതാ എൻ്റെ വീടിൻ്റെ വർക്ക് നടക്കുന്ന ആ ഒരു സൈറ്റിലുള്ള കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ആ ഒരു അവസാന ഘട്ടത്തിലേക്കാണ്, വീട് പണിയുടെ അവസാന ഘട്ടത്തിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവസാന ഘട്ടത്തിലാണ് നമ്മുടെ ആ ഒരു ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ഒക്കെ ഒരു വർക്ക് നടക്കുക. അപ്പോൾ അതിൻ്റെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിന് മുന്നേ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കാർ പോർച്ച് അതിൻ്റെ വർക്കാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇരുമ്പിൽ ലേസർ കട്ടിങ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഒരു വഞ്ചി പോലെ നിൽക്കുകയാണ് ആണെന്ന്. അതായത് ഇവർ കൊണ്ടുവരുമ്പോൾ ഒരു വണ്ടിയിൽ പീസാക്കിയിട്ടാണ് ഇത് കൊണ്ടുവന്നതാ ഇവിടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഇട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്ത് ഈ രൂപത്തിലാക്കിയിട്ടുണ്ട്. നമ്മളിവിടെ കാർ പോർച്ച് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നതാ ഇവിടെ നമ്മുടെ ഒരു കോൺക്രീറ്റിൽ സെറ്റ് ചെയ്യുന്ന ഒരു കാർ പോർച്ചായിരുന്നു കേട്ടോ. പിന്നീട് നമ്മൾ മാറ്റം വരുത്തിയത് എന്താണെങ്കിൽ, കോൺക്രീറ്റിലൊരു കാർ പോർച്ച് വരുന്ന സമയത്ത് നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും, അവിടുന്ന് ഇവിടെ ഒരു കോൺക്രീറ്റ് ബിൽഡിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ വ്യൂ അങ്ങോട്ട് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ ഒരൊറ്റ തൂണിൽ എന്ന് പറയില്ലേ, ഒരൊറ്റ തൂണിൽ ഇങ്ങോട്ട് അങ്ങനെ വന്ന് 9 അടി ഹൈറ്റോളം ഇവിടെ ഉണ്ട്. ആ രൂപത്തിലാണ് നമ്മളിവിടെ ഒരു കാർ പോർച്ച് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവർ പറയുന്നത് എന്താണെന്നറിയോ, ഇതിങ്ങനെ കാണുമ്പോൾ ഇതിപ്പോൾ വീഴും വിചാരിക്കും. ഇതൊക്കെ എടുക്കാനാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ അത് വീഴോ? ഒന്നും സംഭവിക്കില്ല. അപ്പോൾ നമ്മളിതൊരു കാർ പോർച്ച് സെറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ഒരു തൂണ് വെക്കാൻ പോവാണ്. ഈ ഒരു കാർ പോർച്ചിൻ്റെ പേര് ടെൻസൈൽ റൂഫിംഗ് എന്നാണ് കേട്ടോ. അപ്പോൾ പല രൂപത്തിലുള്ള ടെൻസൈൽ റൂഫിംഗ് കാർ പോർച്ചുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതൊരു ഒന്നൊന്നര വെറൈറ്റിയാണ്. അപ്പോൾ ഈ പീസ് വെച്ച പോലെ തന്നെ അടുത്ത ഒരു പീസ് സെറ്റാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി അടുത്തത് വാട്ടർ ലെവൽ ചെക്ക് ചെയ്യണം അല്ലേ? വാട്ടർ ലെവൽ നോക്കുകയാണ്. വാട്ടർ ലെവൽ നോക്കിയതിന് ശേഷമാണ് ഇത് സെറ്റ് ചെയ്തിട്ടാ. അവിടെ വെൽഡ് കണ്ട് പിടിപ്പിക്കുകയാണ്. അത് എങ്ങനെയാണ് നമുക്ക് നോക്കി വെക്കാം. മുന്നേ നമ്മൾ സ്റ്റീൽ പ്ലേറ്റ് സെറ്റ് ചെയ്തതിൻ്റെ മുകളിൽ ഇപ്പോൾ നമ്മളവിടെ വെൽഡ് ചെയ്ത് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് എത്ര മീറ്റർ ആഴായിരുന്നു ശരിക്കും? 1 മീറ്റർ ആഴത്തിൽ ബോൾട്ട് ഇട്ടിട്ട് 24 ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്തതാ പ്ലേറ്റ് ആണല്ലേ? അപ്പോൾ എന്നിട്ട് ആ പ്ലേറ്റിന്റെ മുകളിലാണ് ഇപ്പോൾ നമ്മൾ ഈ ഫ്രെയിം പിടിപ്പിക്കുന്നത്. പിന്നീട് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഇത് അഴിച്ചെടുക്കണമെങ്കിൽ 6 ബോൾട്ട് ഇതേമാതിരി 6 ബോൾട്ട് കൊടുത്തിട്ടുണ്ട്. അതോട് ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഇതേമാതിരി ആ ഫ്രെയിം കൊണ്ട് അഴിച്ച് മാറ്റാം കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, പണി തുടങ്ങി അവിടുന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഈ രൂപത്തിലായിട്ടുണ്ട്. ഈ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ലുക്കല്ലേ, ഒരു രാജകീയ ലുക്കിൽ നിൽക്കുന്ന കാണാം. അപ്പോൾ നമ്മൾ ആ ടീമിനൊന്ന് പരിചയപ്പെടുകയാണ്. ഇത്ര നേരം ഇവരൊന്നും വന്നിട്ടുണ്ടാവില്ല. അതായത് ഇവരുടെ കമ്പനിയുടെ പേര് സ്റ്റാറ്റസ് റൂഫിംഗ് ആണ് അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ ഇത് സ്റ്റാർട്ടിങ് മുതലേ കാണിച്ചു കൊടുത്തിരുന്നു ഓരോ സംഭവങ്ങൾ ആണ്. അപ്പൊ പക്ഷെ പലവർക്കും ഇത് പല സംശയങ്ങളും ഉണ്ടാവും. പേര് പറഞ്ഞേ? എന്റെ പേര് ഹസീബാണ്. അപ്പൊ നമ്മൾ ഈ ഒരു പാർക്കിംഗ് എന്ന് പറയുന്നത് 2 വണ്ടിയുടെ ഉള്ള ആ ഒരു പാർക്കിംഗ് ആണ്. അപ്പൊ 1, 2 ഒക്കെ എനിക്ക് കാണിച്ചു തന്നിരുന്നു. നമുക്ക് ഈ ഒരു 2 വണ്ടിയുടെ ഉള്ള ഒരു പാർക്കിംഗ് ആണ്. ഇങ്ങോട്ട് 6.5 മീറ്ററോളം വിടുത്തും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന് പല സംശയങ്ങളും എന്താണെന്നറിയോ, ഇതിങ്ങനെ ശരിക്കും ഇങ്ങനെ എന്താ പറയാ, തലയെടുപ്പിൽ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ വണ്ടി ഇങ്ങനെ ഇടുന്ന സമയത്ത് നല്ലൊരു മഴ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തൂവാലടിച്ച് വെറുതെ ഒരു കാർ പാർക്കിംഗ് നിങ്ങൾ ഉണ്ടാക്കിയില്ല, ഇത്ര പൈസ കളഞ്ഞില്ലേ എന്ന് പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണത്. നമ്മൾ ഈ കമന്റ്സിലൂടെയൊക്കെ ഓരോരുത്തർ ചോദിക്കാറുണ്ട് യൂട്യൂബിന്റെ വീഡിയോസ്. മഴ പെയ്യുമ്പോൾ തൂവാലടിക്കില്ല, എന്താ അതിന് പറയാനുള്ളത്? ഇപ്പൊ നമ്മള് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഗ്യാരേജ് സിസ്റ്റം അല്ല എന്നുള്ളതാണ്. ഒരു ഓപ്പൺ കൺസെപ്റ്റിൽ നമ്മൾ ചെയ്യുന്ന ഒരു വർക്കാണ്. ഒരു ലക്ഷറി വെഹിക്കിള് വാങ്ങിയിട്ട് അതൊരു റൂമിനുള്ളിൽ പൂട്ടിയിടുക എന്നുള്ളതിന് മാറി ആളുകൾ കാണുന്ന രൂപത്തിലേക്ക് കൊടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ശരിക്കും ടെൻസൈൽ റൂഫിംഗ് വരുന്നത്. അപ്പൊ ഒരു യൂറോപ്യൻ കൺസെപ്റ്റ് ആണ്. അത് കേരളത്തിലേക്ക് വരുമ്പോഴുള്ള കുറെ പ്രശ്നങ്ങളാണ്, മഴ, തൂവാല എന്നുള്ളതൊക്കെ. അപ്പൊ അതിൽ നിന്ന് പിന്നെ നമ്മള് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമുക്കിത് പ്രൊജക്ഷൻ 6.5 മീറ്ററോളം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒരു 7 സീറ്റർ ഒരു 5 മീറ്റർ ആണല്ലോ മാക്സിമം, ഒരു 4.50 5 കൂട്ടാം. ഈ 5 മീറ്ററിന്റെ അപ്പുറത്തേക്കും നമ്മൾ ഏകദേശം 70ഓളം സെന്റിമീറ്റർ അല്ലെങ്കിൽ 1/2 മീറ്ററോളം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊജക്ഷൻ കൊടുത്തിട്ടാണ് നമ്മൾ ഇത് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ വീതിയും ഒരു 2 മീറ്റർ 2 സംതിങ് ആണല്ലോ ഒരു കാറിന്റെ വീതി വരുന്നത്. 2 കാർ നിർത്തുമ്പോൾ 4 മീറ്ററേ വരുന്നുള്ളൂ. അതിനുവേണ്ടി 6 മീറ്ററോളം നമ്മൾ ചുരുക്കം പറഞ്ഞാൽ വെള്ളം മഴ പെയ്യുന്ന സമയത്ത് വണ്ടികൾക്ക് വെള്ളം വരാൻ ഒരു അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് അത് ഞാൻ അനുഭവിച്ചാണ്. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ശരിക്കും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഇതൊരു ഷീറ്റാണ്. ഈ ഷീറ്റ് എന്ത് ഷീറ്റ് എന്ന് പറയാം?
ഇത് ടെൻസൈൽ ഷീറ്റ് ടെൻസൈൽ ഫാബ്രിക് എന്നാണ് ഇതിന് യൂസ് ഇതിന് പേര് പറയുന്നത്. അപ്പൊ പലരുടെ ഒരു സംശയം ഉണ്ടായിരിക്കും ഇത് ചൂടുണ്ടാവില്ല എന്നുള്ളത്. ആ ഒരു സംശയം വേണ്ട, ചൂടില്ല. അതിപ്പോ നിങ്ങൾ ചോദിക്കാതെ തന്നെ ഞാൻ ഉള്ള കാര്യം നമുക്ക് പറഞ്ഞു കൊടുക്കാം. നല്ല ചൂടുള്ള സമയത്ത് മാസം കൂടി നമുക്ക് അപ്പൊ ഉള്ളിൽ നോക്കുന്ന സമയത്ത് ഞാനും ഒരു സംശയം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഇത്രയും ടാർപ്പായ പോലത്തെ ഒരു ഷീറ്റൊക്കെ ഇട്ട് വലിച്ചു കെട്ടി നമ്മൾ വണ്ടി വെക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇനിയിപ്പോ എന്തെങ്കിലും ഒരു പരിപാടി നടക്കാൻ ഒരു പ്രോഗ്രാം നടക്കാൻ അതിന്റെ ഇടയ്ക്ക് ഒരു ടാബ്ലറ്റ് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കണമെങ്കിൽ തന്നെ ചൂടുണ്ടാവില്ല സംശയം ഉണ്ടായിരുന്നു. ആ ചൂടുണ്ടാവില്ല എന്നുള്ളത് അദ്ദേഹം പറയേണ്ടത് ഞാൻ പറയണേ. ചൂടുണ്ടാവില്ല. ഓക്കെ, ചൂടുണ്ടാവില്ല. കാരണം ഇത് ഒന്നാമത് ബ്ലാക്ക് ഔട്ട് ഫാബ്രിക് ആണ്. ഇതിന്റെ മുകളിൽ വൈറ്റ് കളർ, അടിയിലും വൈറ്റ് കളറാണ്. സെന്ററിൽ ഒരു ബ്ലാക്ക് ലെയർ വരുന്നുണ്ട്. അതിന് നമുക്ക് ഫാബ്രിക് കട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഒരു ടാർ പോലെ. അത് ശരിക്കും ഹീറ്റ് റെസിസ്റ്റ് ആണ്. അതെ, ഹീറ്റ് റെസിസ്റ്റ് ആണ്. അടുത്തൊരു ചോദ്യം, 2 പില്ലറിന്റെ മുകളിൽ നിൽക്കുന്നത്, ഇങ്ങോട്ടൊന്നും ഒരു തടസ്സമില്ല. അപ്പോ സ്വാഭാവികമായിട്ട് ആളുകളുടെ ചോദ്യമാണ്, ഇത് ശരിക്കും കാറ്റത്ത് ഇത് ഇളകി പോവില്ലേന്ന് ഇല്ലേ? ഇത് അല്ല, ചോദിക്കാറുണ്ടോ? ചോദിക്കാറുണ്ട്. അതും വരുന്ന സംശയങ്ങൾ തന്നെയാണ്. ഓക്കെ, നമ്മളിങ്ങനെ ഒരു വർക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ ISMB ലേസർ കട്ട് ചെയ്ത സംഭവമാണ് ഇതിന്റെ പില്ലറുകൾ വന്നിട്ടുള്ളത്. അത് ഞാൻ ചോദിക്കണം വിചാരിച്ചാണ്. അതായത് ഈ ലേസർ കട്ടിങ് ശരിക്കും ഏത് മോഡലിൽ വേണമെങ്കിൽ നമുക്ക് വരുത്താൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. നമുക്ക് കാണുന്ന ഏത് ഡിസൈനുകൾ കാണിച്ചു തരുന്നു. ആ ഡിസൈനാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു 3-4 മോഡൽ ഉണ്ടായിരുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ട ഏത് ഡിസൈൻ ലേസർ കട്ട് ചെയ്തിട്ടാണ് ഇത് എടുക്കുന്നത് അല്ലേ? അപ്പൊ ഇതിന്റെ ആ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഇതിങ്ങനെ എന്താ പറയാ, നല്ല ഒരു ഭംഗിയുള്ള ഷേപ്പാണ്. പക്ഷെ ഈ ഷേപ്പിന് പോലും ഇതിങ്ങനെ തൂങ്ങാതിരിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഇതിന്റെ ടെക്നിക്കൽ കാര്യങ്ങൾ നോക്കി അതിന്റെ സ്ട്രക്ചറൽ ഡിസൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള വർക്കുകൾ ചെയ്യുന്നത്. കാരണം ടോട്ടലി കാൻഡിലിവർ ആണ്. 6.5 മീറ്ററോളം കാൻഡിലിവറിൽ നിൽക്കുമ്പോൾ അതെങ്ങനെ ഇവിടെ ഇതിന്റെ ഫൗണ്ടേഷൻ അടക്കം, ഫൗണ്ടേഷൻ അതിൽ മുകളിലേക്ക് വരുന്ന ടോട്ടൽ സ്ട്രക്ചർ നമ്മൾ ആ രൂപത്തിൽ ഡിസൈൻ ചെയ്തിട്ടാണ്. അപ്പൊ ഞാനിത് വിട്ടിരിക്കുന്നോ, ഇദ്ദേഹനോട് പറഞ്ഞിരുന്നു വേണമെങ്കിൽ തൂങ്ങി നോക്കിക്കോ, ഒരു കുഴപ്പമില്ല. തൂങ്ങാലോ? കുഴപ്പമൊന്നുമില്ല, തൂങ്ങല്ല. ഇതിന്റെ മുകളിൽ കൂടെ വേണമെങ്കിൽ ഓടി നടക്കാം. ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ മുകളിലോട് നടന്നിട്ട് തന്നെയാണ് വാഷ് ചെയ്യുന്നത്. കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഓക്കെ, ആട്ടൊന്നുമില്ല, ഒരു കുഴപ്പമില്ലാത്ത 2-3 ആൾ തൂങ്ങിയാലും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിന് ശരിക്കും ഗ്യാരണ്ടി എന്ന് പറയാൻ ഒരു എമൗണ്ട് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും എന്നോട് പറഞ്ഞത് ഗ്യാരണ്ടി. എന്നാലും ഈ കാണുന്ന ആളുകൾക്ക് ആർക്കെങ്കിലൊക്കെ ചെയ്യണമെങ്കിൽ ഇത് എത്ര വർഷം ഗ്യാരണ്ടി? നമ്മൾ 10 വർഷമാണ് ഈ ഫാബ്രിക്കിന് വാറണ്ടി കൊടുക്കുന്നത്. 10 വർഷം. ഇതിന് എന്ത് കംപ്ലൈന്റ്സ് എന്തിനാണ് ഈ 10 വർഷം? ഫാബ്രിക്കിനാണ്, മുകളിൽ വിരിക്കുന്ന ഫാബ്രിക്കിന്. പിന്നെ നമ്മൾ ബാക്കിയുള്ള വർക്കുകളൊക്കെ സ്ട്രക്ചർ ചെയ്യുന്നതൊക്കെ ടാറ്റയുടെ മൈൽഡ് സ്റ്റീലും കാര്യങ്ങളും ഉപയോഗിച്ചിട്ടാണ്. അത് പിന്നെ വാറണ്ടിയുടെ ആവശ്യമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മൾ തന്നെ നമ്മൾ പെയിന്റ് MRF-ന്റെ അപ്പോക്സി, MRF-ന്റെ പെയിന്റുകളൊക്കെയാണ് സാർ കണ്ടിട്ടുണ്ടാവും. നമുക്ക് ആ കാർപോർട്സ് നിർമ്മിക്കാൻ വേണ്ടി നിങ്ങളെ ബന്ധപ്പെട്ടപ്പോൾ ഒരുപാട് മോഡൽ കാർപോർട്സുകൾ എനിക്ക് കാണിച്ചു. അതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു അപ്പൊ ഇത് അധികം ചെയ്തിട്ടില്ലോ ഈ ഒരു മോഡൽ? ഇല്ല, ഇതൊരു റയർ മോഡലാണ്. ശരിയാണ്. പക്ഷെ അത് നല്ല ലുക്ക് ഇട്ടാ, അതിനുള്ള റേറ്റ് ഉണ്ടെന്ന് പറയാം. ഓക്കെ, ഇത് കാണുന്നവർക്ക് ആർക്കെങ്കിലൊക്കെ ഇതുപോലെ ചെയ്യണമെങ്കിൽ ശരിക്കും ഇതിന്റെ ഒരു റേറ്റ് എന്ന് പറഞ്ഞു, അതായത് എത്ര രൂപ മുതൽ നിങ്ങളുടെ ഒരു കാർപോർട്ട് സ്റ്റാർട്ടിങ് വരുന്നത്? നമ്മളൊരു 1 lakh മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. ഇത് പിന്നെ സൺഷെയ്ഡ് ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് ചെയ്യാറുണ്ട്. ഒരു 2 കാർ നിർത്താനുള്ള നോർമൽ മോഡൽ, അതായത് നമ്മുടെ അടുത്തുള്ള 2-3 നോർമൽ മോഡൽസ് ഉണ്ട്. അതിൽ ചെയ്യുമ്പോൾ ഒരു 2,20,000, 25,000 ആ ഒരു റേഞ്ചിലൊക്കെയാണ് നമ്മളെ നോർമൽ മോഡൽ ചെയ്തെടുക്കുമ്പോൾ ഫിനിഷിംഗ് വർക്ക് ടോട്ടൽ സിവിൽ ചെയ്ത് ടോട്ടൽ പെയിന്റിങ്ങോട് കൂടിയിട്ടുള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വരുന്ന റേറ്റ്. ഇത് നമ്മൾ ISMB ലേസർ കട്ട് ചെയ്തിട്ടാണ് ഇതിന്റെ ഈ ഒരു മോഡലിന്റെ പില്ലർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ റേറ്റ് കുറച്ച് അധികമായിട്ട് വരുന്നുണ്ട്. ഒരു 2,70,000 രൂപയാണ് ഈ ഒരു വർക്ക്. എന്തായാലും ഇവരുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലൊക്കെ ഇതുപോലെ തന്നെ കാർപോർട്സുകൾ ചെയ്യണമെങ്കിൽ ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ ഇതേ രൂപത്തിൽ ആക്കി തരും അല്ലേ? ആണ്. അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട്